സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന വളം ഏറ്റവും കൂടുതൽ ചെടികളിൽ കൂടുതൽ കായകളും പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നതിനും കായകളുടെ എണ്ണം കൂട്ടുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വളമാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. ഇത് വിവിധ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏത് കമ്പനിയുടെ ആണെങ്കിലും നല്ല വളങ്ങൾ, നല്ല കമ്പനികളുടെ വളങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. വലിയ ചെടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റംബുട്ടാൻ, അതുപോലെ മാംഗോസ്റ്റിൻ എന്നീ പല വൃക്ഷങ്ങളിലുള്ള പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊഴിയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചെറിയ കായകൾ കൊഴിയുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കായ പൊഴിയുന്നതിന് നമ്മൾ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വളമാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. റംബുട്ടാനിലും മാംഗോസ്റ്റിനിലും അതുപോലെ തന്നെ മാങ്ങയിലും ഇതെല്ലാം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യാം. അത് തലേ ദിവസം ഈ ചെടി നല്ലവണ്ണം നനയ്ക്കണം, മണ്ണ് നനഞ്ഞ് കിടക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത ആവശ്യമായിട്ടുള്ള മണ്ണ് നനയണം. അധികാലത്ത് 10 മണിക്ക് മുൻപായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കായകളും പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന് കൊണ്ട് കഴിയും. ഇതോടൊപ്പം തന്നെ സൊലിബർ എന്ന് പറഞ്ഞൊരു വളം കൂടിയുണ്ട്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ കായകളുണ്ടാകുന്ന വിള്ളലുകൾ, അതുപോലെ തന്നെ ചെറിയ കായകൾ ഡിഫോം, അതായത് കായകളുടെ വലിപ്പം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിനും കായകൾ വലിപ്പമുള്ള കായകൾ ലഭിക്കുന്നതിനും നല്ല മധുരമുള്ള കായകൾ ലഭിക്കുന്നതിനും ഇത് അനുയോജ്യമാണ്. ഈ രീതിയിൽ സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പച്ചക്കറികളിൽ ഇപ്പം കായയുടെ ലഭ്യത കുറഞ്ഞു വരുമ്പോൾ ഇത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാമും സൊലിബർ 2 ഗ്രാമും ചേർത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യാം. ഇതും അതിരാവിലെ ഏർലി മോർണിംഗിൽ ഇത് അടിക്കേണ്ടതാണ്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇന്ന് ധാരാളം കർഷകർ ഇത് ഉപയോഗപ്പെടുത്തുന്ന നെൽകൃഷിയിലും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷിയിൽ കതിര് വന്നതിന് ശേഷം ഒരു ചാഴിയുടെ മരുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ഇത് സ്പ്രേ ചെയ്യാം. അത് 1 കിലോഗ്രാമാണ് 1 ഏക്കറിന് 100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നെൽമണികളുടെ വലിപ്പം കൂടുന്നതിനും കൂടുതൽ വെയിറ്റ് കിട്ടുന്നതിനും ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വളമാണ്. ഇത് വിഷമൊന്നുമല്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് K2SO4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ കെമിക്കൽ, അതിൻ്റെ ഫോർമുല, ഇത് ഒരു അപകടവും ഉണ്ടാക്കില്ല.